ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമന്നാരായണീയം 77-ാം ദശകം 2-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഭഗവാൻ കുബ്ജയെക്കുറിച്ച് ഓർമ്മിക്കുന്നതും ഉദ്ധവരെ കൂട്ടി കുബ്ജയുടെ അടുത്തേക്ക് പോകുന്നതുമാണ്. സ്വാഭാവികമായും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണരാം. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത്ര വേഗം കുബ്ജയുടെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തയ്യാറായത്? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം എങ്ങനെയാണ് കുബ്ജയ്ക്ക് കൈവരാൻ പോകുന്നത്? അപ്പോഴാണ് നമ്മൾ കുബ്ജയുടെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ജന്മത്തിൽ കുബ്ജ വേറെ ആരുമായിരുന്നില്ല, ശൂർപ്പണഖയായിരുന്നു. ശൂർപ്പണഖയുടെ കഥ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത്, ശൂർപ്പം പോലെ നഖമുള്ളവളായിട്ടുള്ള അവൾ രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ്റെ പ്രിയ സഹോദരിയാണ്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാദേവിയും വനവാസത്തിനിടയിൽ പർണശാല കെട്ടി താമസിക്കുമ്പോൾ ശ്രീരാമ പാദാംബുജത്തിൻ്റെ ഭംഗി കണ്ട് അതിൽ ആകൃഷ്ടയായി അനുരാഗവതിയായി ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും പ്രണയാഭ്യർത്ഥന നടത്തുന്നതുമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അങ്ങേയറ്റം പ്രണയപരവശയായ ശൂർപ്പണഖ ശ്രീരാമചന്ദ്രനോട് തൻ്റെ പ്രണയാഭ്യർത്ഥന നടത്തുകയും ശ്രീരാമചന്ദ്രൻ അത് നിരസിക്കുമ്പോൾ ഏതു വിധേനയും ശ്രീരാമചന്ദ്രനെ തനിക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉടലെടുക്കുകയുമാണ്. സീതാദേവിയെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ശ്രമം അവിടെ നടത്തുകയും അതാണ് പിന്നീട് രാമരാവണ യുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്നതും. ശ്രീരാമചന്ദ്രനെ കണ്ട ആ നിമിഷം മുതൽ അങ്ങേയറ്റം ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മനസ്സ് കൊതിക്കുന്നവളാണ് ശൂർപ്പണഖ. അതേ ശൂർപ്പണഖ തന്നെയാണ് പിന്നെ മധുരയിൽ കുബ്ജയായി ജനിക്കുന്നതും. തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ചിന്തകൾ അതിൻ്റെ പ്രേരണയാൽ എന്ന വണ്ണം ഈ ജന്മത്തിൽ കുബ്ജയ്ക്ക് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണരുകയും കംസൻ്റെ കുറിക്കൂട്ടുകാരിയായി പ്രവർത്തിക്കുമ്പോഴും ഭഗവാന് വേണ്ടിയുള്ള കുറിക്കൂട്ടുകൾ തയ്യാറാക്കുകയും എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ മനസ്സിലുള്ള സുന്ദരകുമാരനെ കാണുമ്പോൾ അവന് ചാർത്തുന്നതിനായി കുറിക്കൂട്ടുകൾ കൊണ്ടു നടക്കുന്നവളുമാണ് കുബ്ജ. സ്ഥിരമായി ഭഗവത് ചിന്തയിലൂടെ നടക്കുന്നവളാണ്. കുബ്ജയുടെ സാഹചര്യം പൂർണ്ണമായും ഭഗവത് ചിന്തകൾക്ക് വിപരീതമായിരുന്നു എങ്കിൽ കൂടിയും അവളുടെ മനസ്സ് ഭഗവാനിൽ ഉറച്ചതായിരുന്നു. ഇതിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാകും ചിന്തകളുടെ ശക്തി അപാരമാണ് എന്നുള്ളത്. നമ്മുടെ ജീവിതം എങ്ങനെയായി തീരണമെന്നുള്ളത് നമ്മുടെ ചിന്തകളുടെ ഫലമാണ്. നല്ല ചിന്തകൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാം. പലർക്കും പലതരത്തിലുള്ള ചിന്തകളായിരിക്കാം. ചിലർക്ക് ആരോഗ്യം വേണമെന്നുള്ളതായിരിക്കാം, ചിലർക്ക് ധാരാളം സമ്പത്തുണ്ടാകണമെന്നാകാം, വിജയമുണ്ടാകണമെന്നാകാം, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണമെന്നാകാം, വളരെ ഉയരത്തിൽ എത്തണമെന്നാകാം. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ജീവിതം സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും. ചില ആളുകൾ നല്ല ചിന്തയിലൂടെ അവരുടെ കുടുംബ ബന്ധങ്ങൾ മനോഹരമാക്കി മുൻപോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ മറ്റു ചിലർ സംശയത്തോടെയും അത്യാഗ്രഹത്തോടെയും അവരുടെ ചുറ്റുമുള്ള ആളുകൾ തനിക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ള നെഗറ്റീവ് ചിന്തയിലൂടെയും ഡിപ്രഷൻ, ആങ്ഷൈറ്റി, ലേസിനെസ്, സിക്നസ് ഇങ്ങനെയുള്ള അനേകം അസുഖങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. അതായത് ഓരോരുത്തരും അവരവരുടെ ചിന്തയിലൂടെയാണ് താൻ ഏതു തരത്തിലുള്ള ജീവിതമാണ് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ ലോകത്തിൽ കാണുന്ന സകല വസ്തുക്കളും ഓരോരുത്തരുടെയും ചിന്തയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. എന്താണോ നമ്മൾ സ്ഥിരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനെയാണോ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അതിനെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്ഥിരമായ പ്രയത്നത്തിലൂടെ മുൻപോട്ട് പോകുന്നത്, ആ വസ്തു നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നു. അതിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു. ഇതേ രീതി തന്നെയാണ് നെഗറ്റീവ് ചിന്തകളിലൂടെയും ഉണ്ടാകുന്നത്. നമ്മുടെ ഊർജ്ജം മുഴുവനും നമ്മൾ പോസിറ്റീവ് ചിന്തകൾക്കാണ് കൊടുക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം സുന്ദരമായി വരും.
അല്ല, അത് നെഗറ്റീവ് ചിന്തകൾക്കാണ് എങ്കിൽ നമ്മൾ മനസ്സിൽ നിന്ന് കൊടുക്കുന്ന ഊർജത്തിലൂടെ നെഗറ്റീവ് ചിന്തകൾക്ക് ശക്തി പ്രാപിക്കുകയും ശരീരത്തിലെ വിവിധ അസുഖങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യും. മനസ്സിനെ അങ്ങേയറ്റം അത് വ്യാകുലപ്പെടുത്തും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്ത രൂപീകരിക്കും. ഈ ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനമാണ് പിന്നീട് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചിന്തകളാണ്. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം, നല്ലവരുമായി കൂട്ടുകൂടണം എന്ന് പറയുന്നത്. ഓർക്കുക, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. തനിക്ക് അതുകൊണ്ട് തന്നെ എന്തും സാധിക്കുമെന്നുള്ള ഉറച്ച മനസ്സും ചിന്തയും വേണം. മറ്റുള്ളവരെ കൊണ്ട് ഒരിക്കലും നമ്മളെ നിയന്ത്രിക്കാൻ സമ്മതിക്കരുത്. നമുക്ക് നമ്മുടേതായ ശരിയായ ചിന്തകൾ വേണം, ശരിയായ തീരുമാനങ്ങൾ എടുക്കണം. നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ദൃഢതയോടെ, ചെറിയ ചെറിയ അടികളാണെങ്കിൽ കൂടിയും, ജപ്പാനീസിലൊരു വാക്കുണ്ട്, വളരെ പ്രധാനപ്പെട്ട വാക്കാണ് കൈസൻ, കണ്ടിന്യൂവസ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് നമുക്ക് ശ്രീമദ് ഭാഗവതം വായിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ ഒരിക്കലും അതൊരു കട്ടിയായി, ഒരു കല്ലായി, തനിക്ക് ഒരിക്കലും അതിനെ പൊക്കാൻ സാധിക്കില്ല, വായിക്കാൻ സാധിക്കില്ല എന്ന് തീരുമാനിക്കാതെ ചെറിയ ചെറിയ അളവിൽ ആദ്യത്തെ ദിവസം ഒരു വരി, രണ്ടാമത്തെ ദിവസം 2 വരി, അങ്ങനെ പതിയെ പതിയെ, അതിനാണ് കൈസൻ എന്ന് പറയുന്നത്, കണ്ടിന്യൂവസ് ഇംപ്രൂവ്മെൻറ്റ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടിയും 10 ദിവസങ്ങളിൽ 10 വരിയാണ് വായിക്കുന്നത് എങ്കിൽ 20ാമത്തെ ദിവസം നമുക്ക് 40 വരി വായിക്കാൻ സാധിക്കും. 30ാമത്തെ ദിവസം 80 വരി വായിക്കാൻ സാധിക്കും. മനസ്സ് അപ്പോഴേക്കും ശ്രീമദ് ഭാഗവതത്തിലെ വരികളുമായി ഇഴുകിച്ചേർന്ന് വരും. പ്രയത്നമാണ് വേണ്ടത്, മനസ്സിൽ ചിന്തകളാണ് വേണ്ടത്. ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിക്കാതെ എനിക്കതിന് കഴിയും, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാൻ ചെയ്യുന്നത് പോലെ തന്നെ എനിക്കും സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകണം. ശൂർപ്പണഖയ്ക്ക് ഭഗവാനെ നേടാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അവളെ അടുത്ത ജന്മത്തിൽ ഒരു കൂനിയാക്കി തീർത്തു എങ്കിൽ കൂടിയും അവളുടെ മനസ്സിനുള്ളിലെ തീരുമാനം, എനിക്ക് എന്നെങ്കിലും ഭഗവാനെ കാണാൻ സാധിക്കും, എനിക്ക് ഭഗവാനെ എൻ്റെ ഭർത്താവായി വേണം എന്നുള്ള ദൃഢമായ ചിന്ത, ആ ചിന്തയിലൂടെയുള്ള പ്രവർത്തികൾ, ആ ചിന്തയിലൂടെ സ്ഥിരം എന്നും ഭഗവാൻ തൻ്റെ ഭവനത്തിലേക്ക് വരും എന്ന രീതിയിൽ ആ വീട് മോടി പിടിപ്പിക്കുന്നു, ശരീരം മോടി പിടിപ്പിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കണ്ണൻ എന്തായാലും തൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ഉറച്ച ചിന്താഗതി കൊണ്ട് മാത്രമാണ് കുബ്ജയ്ക്ക് ഭഗവാനെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. വേറെ ഒരു ചിന്തയുമില്ല. നമുക്കാണെങ്കിൽ നമ്മുടെ ചിന്തകൾ പലതരത്തിലാണ്. വ്യവസായാത്മികോ ബുദ്ധി, അത് ശാഖകളോട് കൂടിയതാണ്. ഇന്ന് നമ്മൾ വിചാരിക്കും ഇന്ന് ശ്രീമദ് ഭാഗവതം വായിക്കാം, നാളെ വിചാരിക്കും, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് കേട്ടോ, നാരായണീയമാകാം, മറ്റന്നാൾ ഭഗവത്ഗീതയാകാം. ഒന്നും പൂർത്തിയാക്കാനുള്ള ക്ഷമയില്ല. ഒന്ന് വായിക്കുമ്പോൾ തോന്നും ഇതല്ല, അടുത്തതാകാം. അത് പാടില്ല. ഏതൊരു കാര്യമാണോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ പൂർണ്ണതയിലെത്താൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തിൽ പൂർണ്ണമായ ശ്രദ്ധയോടെ അടിവച്ച് മുൻപേറെ പൂർണ്ണമായും എവിടെയാണോ നമ്മൾ എത്താൻ ആഗ്രഹിച്ചത് അവിടെ എത്തിച്ചേരുക തന്നെ വേണം. അതിനെല്ലാവർക്കും സാധിക്കും. കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചു, 70 വയസ്സുള്ള അമ്മൂമ്മ ബികോമിന് പഠിക്കുന്നു എറണാകുളത്ത്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ആ അമ്മൂമ്മയുടെ ആഗ്രഹമാണ് തനിക്ക് കോളേജിൽ പോകണം, സാധാരണ പോലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കണമെന്നുള്ളത്.
അവർക്കതിന് സാധിച്ചില്ലേ? അതുപോലെ നമുക്കേവർക്കും എന്ത് കാര്യവും സാധിക്കും. നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വയം ഉദ്ധരിക്കണം. ഉദ്ധരേതാത്മനാത്മാനം നാത്മനാം അവസാദയേത് ആത്മയേവാഹി ആത്മനോ ബന്ധോ ആത്മയേവ രിപുവാത്മന. ഓരോ ആത്മാവിനും, ഓരോ ജീവനും അവൻ്റെ മനസ്സ് തന്നെയാണ് ബന്ധുവും, അതുപോലെ തന്നെ ആ മനസ്സ് തന്നെയാണ് ശത്രുവും. അവൻ്റെ മനസ്സിൻ്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം. ഒരിക്കലും അധവദിക്കാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് എത്രയോ ജന്മങ്ങൾ, 84 ലക്ഷം തരം ജീവജാലങ്ങളിലൂടെ കടന്നു വന്നിട്ട് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം ഒരിക്കലും അധപതിക്കാൻ അനുവദിക്കരുത്. പോസിറ്റീവ് ചിന്തകളോടുകൂടി തനിക്കെന്തും സാധിക്കും, ഭഗവാനോടടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഭഗവാനോടടുക്കാൻ സാധിക്കുക? ശൃണ്വതാം സ്വകഥാകൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്തോ ഹി അഭദ്രാണി വിധുനോതി സുഹൃത് സദാം നഷ്ടപ്രായേഷു ഭദ്രേഷു ഭക്തിർഭവതി നൈഷ്ഠികി തഥാ രജസ്തമോ ഭാവോ കാമലോഭാദയശ്ചയേ ചേത ഏതൈയനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി ഏവം പ്രസന്നമനസോ ഭഗവത് ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വര. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ സന്തതികളാണ്, ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അതീന്ദ്രിയമായിട്ടുള്ള അറിവ് ഏവർക്കും ഉണർത്തിയെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കും. ഭഗവത് ചിന്തകളോടെ, ഭഗവത് ഭക്തിയോടെ, ദൃഢമായ വ്യക്തമായ ചിന്തകളോടെ ഏതൊരു പ്രശ്നത്തെയും സമീപിക്കുകയാണ് എങ്കിൽ അതിനെല്ലാം ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം ഭഗവാൻ അർജുനനോട് പറഞ്ഞതുപോലെ ദുഷ്കരമായ മനസ്സിനെ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും കീഴടക്കി മുന്നേറുക. വിജയം സുനിശ്ചിതമാണ്. ഇനി നമുക്ക് ഈ ശ്ലോകമൊന്ന് നോക്കാം. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകംപ്രപയോധരാം വിവിധമാനനമാദദീം മുദാ രഹസി മാം രമയാഞ്ച കൃഷേ സുഖം. ഉപഗതേ ത്വയി, ത്വയി അങ്ങ് അടുത്തു വന്നപ്പോൾ, ആരുടെ അടുത്ത്? കുബ്ജയുടെ അടുത്ത് വന്നപ്പോൾ, പൂർണ്ണ മനോരഥാം, മനോരഥം, ഈ മനോരഥം എന്നുള്ള വാക്കിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 10 മിനിറ്റോളം നമ്മൾ ചിന്തകളെക്കുറിച്ച് സംസാരിച്ചത്. നമ്മൾ കേട്ടിട്ടുണ്ട് മനോരഥം, മനോരാജ്യം. എന്താണ്? സ്വപ്നം. നമ്മൾ മുൻപിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് നടക്കുകയാണ് മനോരഥം. അപ്പോൾ തൻ്റെ മനോരഥം പൂർണ്ണമായി തീർന്നവൾ, താൻ എന്താണോ തൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത് ആ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. കണ്ണൻ തൻ്റെ ഗ്രഹത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് പൂർണ്ണമായും തൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ തീർന്നിരിക്കുന്നു. പ്രമദ സംഭ്രമ കംപ്ര പയോധരാം, പ്രമദ സന്തോഷത്തിൻ്റെ ആ തിര തള്ളൽ കൊണ്ട്, പ്രമദ സംഭ്രമ, താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത രീതിയിൽ വളരെയധികം സന്തോഷം, മനസ്സ് മുഴുവനും തൻ്റെ എത്രയോ നാളത്തെ ആഗ്രഹമാണ് നടന്നിരിക്കുന്നത്. ആ ആഗ്രഹം സഫലമായപ്പോൾ എങ്ങനെയാണ് കണ്ണനെ സ്വീകരിക്കേണ്ടത് എന്ന് അറിയാതെ തന്നെ കംപ്രപയോധരാം, ആ സംഭ്രമം നിമിത്തം ഇളകുന്ന കുജങ്ങളോട് കൂടിയിട്ടുള്ള കണ്ണൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരവസരത്തിൽ വിതുരപത്നിയും ആകെ പരവശയായിട്ടുണ്ട്. എങ്ങനെയാണ് പരവശയായത്? സന്തോഷം കൊണ്ട്, പ്രമദ സംഭ്രമത്തോടു കൂടി അടുത്തിരുന്ന് പഴത്തിൻ്റെ തൊലി കളഞ്ഞ് പഴം മാറ്റി വച്ച് കണ്ണൻ ആ പഴത്തൊലി കൊടുത്തിട്ടുള്ള ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല. അത്രയധികം മനസ്സ് നിറഞ്ഞ് ഭഗവാനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്രകാരം പ്രമദ സംഭ്രമ കംപ്രപയോധരാം വിവിധമാനനമാദദീം മുദാ,
മുതാ വളരെ സന്തോഷത്തോടു കൂടി വിവിധമാനനം പലതരത്തിലുള്ള പൂജകൾ ആദദധീം ചെയ്യുന്നവളായിട്ടുള്ള അവളെ, പലതരത്തിലുള്ള പൂജകൾ എന്ന് പറയുന്നത് ഉദ്ധവരെയും ഭഗവാനെയും സ്വീകരിച്ചിരുത്തി. ഭഗവാൻ മുൻപിൽ നടന്നു വന്നപ്പോൾ തന്നെ കാര്യം വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം ഉദ്ധവരും ഭഗവാനും ഒരുപോലെ ആണെങ്കിൽ കൂടിയും കുബ്ജയ്ക്ക് മനസ്സിലായി ഇതാണ് കണ്ണൻ എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം ഭഗവാൻ ഒരു പടി മുൻപിലാണ് നടന്നു വന്നത്. ഭഗവാനെ സ്വീകരിച്ചിരുത്തി. ഉദ്ധവർ പുറത്ത് ഒരു പീഠത്തിലിരുന്നു. കുബ്ജ കണ്ണനെ താൻ വിശേഷാൽ ഉണ്ടാക്കിയിട്ടുള്ള കുറിക്കൂട്ടുകൾ കൊണ്ട് ശരീരത്തിൽ അണിയിച്ചു, പൂമാലകളിട്ടു, വിവിധ തരത്തിലുള്ള പാനകങ്ങളും മധുരപലഹാരങ്ങളും കണ്ണനിഷ്ടമായിട്ടുള്ള വെണ്ണയും എല്ലാം നൽകി കുബ്ജ സംതൃപ്തിയടഞ്ഞു. അതിനുശേഷം കണ്ണൻ അവളെ രഹസ്യമാം രമയാം ച കൃഷേ സുഖം, രഹസ്യമാം ഏകാന്തതയിൽ മനോരഥം പൂർണ്ണമായി തീർന്നിട്ടുള്ള ആ കുബ്ജയെ ഭഗവാനെ എപ്രകാരമാണ് സൽക്കരിക്കേണ്ടത് എന്ന് പോലും ആനന്ദം നിമിത്തമുണ്ടായിട്ടുള്ള സംഭ്രമത്താൽ നിൽക്കുന്ന കുബ്ജയെ ഭഗവാൻ അവളുടെ എല്ലാവിധത്തിലുള്ള സൽക്കാരമുറകളും സ്വീകരിച്ചുകൊണ്ട് അവളോടൊപ്പം കഴിച്ചുകൂട്ടി പരമാനന്ദം അവൾക്ക് പ്രദാനം ചെയ്തുവല്ലോ എന്ന് പറയുകയാണ്. ഇന്നത്തെ ശ്രീമന്നാരായണീയം ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ. ഓം തത്സത്.